ഡിസ്കഷനും കാര്യങ്ങൾ വരുന്നു, അതിലേക്ക് നീങ്ങാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ കേരളം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കവർച്ചയാണ്. ശക്തമായ ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, മറ്റു ചിലരൊക്കെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഒരു സാഹചര്യം മൊത്തത്തിൽ നിലനിൽക്കുന്നുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലും അട്ടിമറിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉദ്യോഗസ്ഥരിൽ നിന്ന് രാഷ്ട്രീയക്കാരിലേക്ക് അന്വേഷണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശബരിമല വിഷയം പോലെ തന്നെ കേരളത്തിലെ എല്ലാ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മലബാർ ദേവസ്വത്തിലടക്കം നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള കൊള്ളകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പലരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എങ്ങനെ ഇത് അട്ടിമറിക്കപ്പെടും, അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നതിൻ്റെ കൃത്യമായ സൂചന ഇവിടെ പുതിയൊരു ഓർഡറിൽ, സർക്കാരിൻ്റെ പുതിയൊരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സീസൺ ആരംഭിക്കുകയാണ്. ഇതിലേക്ക് ചാർജ് കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് IPS സുജിത് ദാസ് ആണ്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന സന്നിധാനത്താണ്. ഇന്നലെ ഇറങ്ങിയ ഓർഡറാണ്. അതുപോലെ മറ്റൊരു വ്യക്തി ഇതേ കാറ്റഗറിയിലുള്ള പൂരം കലക്കാൻ നേതൃത്വം നൽകിയ തൃശ്ശൂരിലെ അന്നത്തെ കമ്മീഷണർ കൂടിയായ അൻകിറ്റ് അശോകൻ, അദ്ദേഹത്തിന് പമ്പയിലാണ് ചാർജ്. അതോടൊപ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി ഇത്രയും കറപ്റ്റഡായ, ഇത്രയും ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ശബരിമലയിൽ ഇത്രയും വലിയ ഒരു വിഷയം സങ്കീർണമായി അന്വേഷണം SIT നടത്തിക്കൊണ്ടിരിക്കെ എന്തിന് കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായും കുറ്റവാളികളെന്ന് തിരിച്ചറിയപ്പെട്ട 2 പോലീസ് ഉദ്യോഗസ്ഥർ അജിത് കുമാറിനെ കൂടെ നിന്നുകൊണ്ട് പൂരം കലക്കാൻ എല്ലാവിധ ഗൂഢാലോചനകളും നടത്തി അത് വളരെ സക്സസ്ഫുള്ളാക്കി BJPക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുത്ത ആളാണ് അങ്കിത് അശോകൻ. അദ്ദേഹത്തെയും ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. സുജിത് ദാസ് IPSന്റെ പേരിലുള്ള SIT കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് ചോദ്യം ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഫയല് അവിടെ നിലനിൽക്കുമ്പോൾ ആ 2 ഉദ്യോഗസ്ഥരെയും തന്നെ എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ശബരിമലയിൽ പോസ്റ്റ് ചെയ്തു എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. എനിക്കതിൽ പ്രധാനമായിട്ടും ബഹുമാനപ്പെട്ട CPIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോട് ഒരു ചോദ്യത്തിൽ ഉന്നയിക്കാനുണ്ട്. ഈ വിഷയത്തിൽ തൃശ്ശൂർ പൂരം കലക്കിയതിലും അജിത് കുമാറിന്റെ വിഷയത്തിലും ശക്തമായ നിലപാട് സ്വീകരിച്ച ഭരണകക്ഷിയിലെ തന്നെ ഒരു പ്രധാന പാർട്ടിയാണ്, 4 മന്ത്രിമാരുള്ള പാർട്ടിയാണ് CPI. ഈ പോസ്റ്റിംഗ് CPI അറിഞ്ഞിട്ടുണ്ടോ? ഈ പോസ്റ്റിങ്ങിനോടുള്ള CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ള നിലപാടെന്താണ്? ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. നമുക്കറിയാം, മലപ്പുറത്ത് നടന്ന SP ക്യാമ്പ് ഓഫീസിലെ മരമുറി, അവിടുന്ന് ഈ വിഷയങ്ങൾ ഞാൻ ആദ്യമായി ഉന്നയിച്ചു വരുന്നത്. ആ പരാതി നൽകിയ അന്നത്തെ സബ് ഇൻസ്പെക്ടർ ശ്രീജിത്ത്, അദ്ദേഹം ഇപ്പൊ രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം രാജിവെക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പരാതി കൊടുത്തു എന്നതിന്റെ പേരിൽ ഒരു പോലീസിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന എല്ലാ പീഡനങ്ങളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസ് ഓഫീസർ
രാജിവെച്ച് ഞാൻ കൂലിപ്പണിക്ക് പോവുക എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് ഓരോന്നും ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ കേരളത്തിലെ പൊതുസമൂഹത്തെ ഇപ്പോ നിലനിന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് തല തിരിച്ചുവിടാനും ഇവിടെ ഈ നടക്കുന്ന അന്വേഷണങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ അട്ടിമറിക്കാൻ കഴിയുമെങ്കിൽ അതിന് വളരെ പ്രാപ്തരായിട്ടുള്ള രണ്ടാളുകൾ തന്നെയാണ് ഈ പറയുന്ന അങ്കിതും അതുപോലെ തന്നെ സുജിത് ദാസും. അത് അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് അവരവിടുന്ന് മാറ്റി നിർത്തണം. ശബരിമലയിലെ ജോലിയിൽ നിന്ന് ഒരു കാരണവശാലും ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെയും ഇന്നത്തെ അവർക്കെതിരെയുള്ള നിരവധിയായ ആരോപണങ്ങൾ, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് DGP കൊടുത്ത റിപ്പോർട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അതിൽ അങ്കിത് അശോകൻ കുറ്റവാളിയാണ്. ഇവിടെ കോഴിക്കോട് എയർപോർട്ടുമായി ഉണ്ടായ 152 കേസുകൾ, സ്വർണം പൊട്ടിച്ച കേസ്, കോടാനകോടി രൂപയുടെ സ്വർണം പൊട്ടിച്ച് കളഞ്ഞ കേസിൽ ആ അന്വേഷണം ഹൈക്കോടതിന് മുമ്പിൽ നിൽക്കുകയാണ്. മാമി വധക്കേസ്, ആ അന്വേഷണം ഹൈക്കോടതിയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യം ചോദ്യം. ഇടവണ്ണ റിദാൻ ബാസിൽ കേസ്, അതിന് നടന്ന അട്ടിമറികൾ, അങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിലുള്ള ഈ ഓഫീസർമാരെ എന്തുകൊണ്ട് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം. ഇതിൽ ആകത്തുക നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ വിശ്വാസി സമൂഹം, നമുക്കറിയാം പണ്ടത്തെ കാലമല്ല, ഇന്ന് നമുക്കൊക്കെ തന്നെ കുറച്ച് വിശ്വാസം വർദ്ധിച്ചൊരു കാലമാണ്. കാരണം ലോകത്തൊട്ടാകെ നമുക്ക് നടന്ന കോവിഡ് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ മാറ്റം വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയതാണ്. കേരളത്തിനെ സംബന്ധിച്ച് 4 വർഷക്കാലം നമ്മളെ സംബന്ധിച്ച് 18ഉം 19ഉം പ്രളയങ്ങളും ദുരിതങ്ങളും, അത് കഴിഞ്ഞിട്ടുണ്ടായ എന്താ പറയാ കോവിഡുമായി ബന്ധപ്പെട്ട 2 വർഷങ്ങൾ. അപ്പൊ വലിയ വിശ്വാസി സമൂഹത്തിൽ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിശ്വാസ സമൂഹത്തിലേക്കിന്റെ അകത്ത് കയറിക്കൊണ്ട് പുറത്തു നിന്ന് വിശ്വാസ സമൂഹത്തെ കൈകാര്യം ചെയ്യാൻ CPM പല ഘട്ടത്തിലും പരിശ്രമിച്ചു. ശബരിമലയിലെ വിശ്വാസി സമൂഹത്തിന്റെ ആ വിശ്വാസത്തെ തകർക്കാൻ നടത്തിയ പരിശ്രമം പരാജയപ്പെട്ടു. പിന്നെ നേരെ തിരിയാണ്. അമ്പലങ്ങളിലും അതുപോലെ തന്നെ പള്ളികളിലും ചർച്ചുകളിലുമൊക്കെ സഖാക്കൾ കയറിക്കൂടണമെന്ന സർക്കുലർ പാർട്ടിക്ക് പോവുകയാണ്. ആ വഴിക്ക് ഇതിന്റെ അകത്തൊക്കെ കയറിക്കൊണ്ട് അവിടെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കാനും അവിടെയൊക്കെ എന്താ പറയാ ഈ തരത്തിലുള്ള ശബരിമലയിൽ നടന്നതടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഇത് രാഷ്ട്രീയക്കാരിലേക്കും ഈ പറയുന്ന ദേവസ്വവുമായി ബന്ധപ്പെട്ട സകലമാന നേതാക്കളിലേക്കും ഈ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു അമ്പലം പോലും ഈ പറയുന്ന ഗവൺമെന്റിനെ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കാൻ കഴിയാത്ത പരിതസ്ഥിതി കേരളത്തിൽ ഒട്ടാകെ നിലനിൽക്കുകയാണ്. കാരണം ഒന്നുമല്ല, ഇത് വിശ്വാസികൾ കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ്, പള്ളിയും അമ്പലവും ചർച്ചൊക്കെ. CPM എന്ന അധികാരത്തിൽ വന്നാലും ആരെ അത് ഏൽപ്പിക്കാറുള്ളത്? അതിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരന്, പാർട്ടിയോടൊപ്പം നിൽക്കുന്ന പാർട്ടി നേതൃത്വത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെയാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡുകളിലൊക്കെ ഇവർ അംഗങ്ങളാക്കി വെച്ചിട്ടുള്ളത്. ആ സ്വാഭാവികമായിട്ടും അങ്ങനെ അംഗങ്ങളാക്കി വെക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഈ അമ്പലവുമായിട്ട് അവർക്ക് വിശ്വാസപരമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അവരുടെ മനസ്സിലെന്താണ്? ദൈവത്തിനെന്തിനാ പണം, ദൈവത്തിനെന്തിനാ സ്വർണം, കിട്ടാവുന്ന അടിച്ചു മാറ്റിക്കട എന്ന് പറയുന്ന മതനിരാസം, അതാണല്ലോ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ മതനിരാസത്തിന്റെ ആളുകളുടെ കയ്യിൽ മതസ്ഥാപനങ്ങൾ സർക്കാരിന്റെ സൂപ്പർവിഷൻ വരുന്നത് ഏൽപ്പിച്ചാൽ എക്കാലത്തുണ്ടാവും. കോൺഗ്രസ് എത്രയോ കാലം ഇവിടെ ഭരിച്ചല്ലോ. ഏതെങ്കിലും ഒരു കാലത്ത് UDFന്റെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഒരു ആരോപണം നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ശ്രീ K കരുണാകരനായിരുന്നാലും ശ്രീ AK ആന്റണി ആയിരുന്നാലും ഉമ്മൻചാണ്ടി ആയിരുന്നാലും ദേവസ്വം ഏൽപ്പിക്കുമെന്താവും? ആ കോൺഗ്രസിലെ തന്നെ നല്ല വിശ്വാസികളായിട്ടുള്ള ശേഷിയുള്ള ആളുകളെ പിടിച്ചാണ് അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. അപ്പൊ അവർക്കൊരു ദൈവഭയം ഉണ്ടാവും. അപ്പോൾ ദൈവികമായ ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ളൊരു ആത്മാർത്ഥതയും സത്യസന്ധതയും അവർ പുലർത്തിയിരുന്നു. ഇവിടെയോ ഒരു വിശ്വാസമില്ലാത്ത, ഒരു ദൈവ എന്താ പറയാ മതം തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കയ്യിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ വിശ്വാസി സമൂഹത്തിന്റെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താണ് ഈ തകരാറ് മുഴുവൻ സംഭവിച്ചത്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്? കൈ കൊണ്ട് ഭണ്ഡാരത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതെല്ലായിടത്തും നടക്കുന്നതാണ്.
പക്ഷേ ഇവിടെ നടന്നെന്താ? വാതിൽ കട്ടിൽ ഇളക്കി പോയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ആരെങ്കിലും കണ്ണിൽ പെടാതെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണോ? അതിന്റെ ഒരു ഡെപ്ത്, ആ കളവിന്റെ ഡെപ്ത് മനസ്സിലാക്കേണ്ടത്. വാതിൽപ്പടിയും അടിച്ചു മാറ്റാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ദേവസ്വം മേഖലകള്, ക്ഷേത്രങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റെന്താ ഉണ്ടാവുക? നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഹൈദരാബാദില്. എല്ലാ വർഷവും ഈ ശബരിമലയിൽ ദർശനം നടത്താൻ വരുന്ന അവിടുത്തെ വലിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പൊ അദ്ദേഹം ഒരു മലയാളി എന്ന നിലക്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് അദ്ദേഹം ഹൈദരാബാദിൽ ബിസിനസ്സാണ്. ഒരു മലയാളി എന്ന നിലക്കും ഈ നാടുമായുള്ള ബന്ധവും ഉള്ള നിലക്ക് അവിടുത്തെ കച്ചവട സമൂഹം അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് സാധാരണ ശബരിമലയിൽ വരാറ്. പുള്ളി പറഞ്ഞത് കഴിഞ്ഞ വർഷം 1000-ഓളം ആളുകൾ പുള്ളിയുമായി ബന്ധപ്പെട്ട്, പുള്ളി ബിസിനസ്സായിട്ടല്ല, ഒരു സേവനം എന്ന നിലക്ക് അവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി വന്നിരിക്കുന്നത് 1000-ഓളം ആളുകളുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, അൻവർ സാറേ, അതിലൊരു 500 പേരെങ്കിലും കാണിക്കയായി മിനിമം 1-2 കോയിൻ ഇടാതെ പോകുന്നവരാരുമില്ല. ഇത് ഈ ഭണ്ഡാരത്തിൽ ഈ ചില്ലറ പൈസ നോട്ടും വിശ്വാസികൾ അർപ്പിക്കുന്ന ഭണ്ഡാരത്തിൽ കോയിനായിട്ട് ഇടുന്നവരാണ്. സ്വർണ്ണ കോയിന് വല്ല കണക്കുണ്ടോ? അപ്പൊ പുള്ളി പറയുന്നത് 500 കോയിന് വന്നിട്ടുണ്ടെന്നല്ലേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അൻവർ സാറേ. അപ്പൊ ഇതെല്ലാം കൂടെ അടിച്ചു മാറ്റണം. നിങ്ങളൊക്കെ ഇതിലൊന്ന് ഇടപെട്. നമുക്ക് ഏത് പരിധി വരെ ഇടപെടാൻ പറ്റുക? ഇപ്പൊ ഹൈക്കോടതിയുടെ ഒരു സൂപ്പർവിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസ സമുദായം കൃത്യമായും മനസ്സിലാക്കേണ്ടതാണ്. ഈ രീതിയിൽ സമൂഹത്തിന്, ഹൈന്ദവ സമുദായത്തിന് വിശ്വാസികൾ ആത്മാർപ്പണം നടത്തിയിട്ട് കൊടുക്കുന്നതാണ്. ഈ കോയിൻ കൊണ്ടിടുന്ന വ്യക്തി ചിലപ്പോൾ വലിയ മുതലാളി ആയിക്കൊള്ളുന്നില്ല, ഒരു ഇടത്തരക്കാരനായിരിക്കും. അദ്ദേഹം ഒരു മാസത്തിൽ 1000-2000 മാറ്റി വെച്ചിട്ടായിരിക്കും ഒരു വർഷം കൂടുമ്പോൾ 10,000-50,000 രൂപ സ്വരൂപിച്ച് ഇതൊരു സ്വർണ്ണ കോയിനായിട്ട് അയ്യപ്പന് ഇതേൽപ്പിക്കുന്നത്. അതാണ് അടിച്ചു മാറ്റുന്നത്. അപ്പൊ കൃത്യമായും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പോ BJP-യുമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് എതിർപ്പുകൾ നമുക്കുണ്ട്. പക്ഷേ BJP-യിലും ഒരു വിശ്വാസമുണ്ട്. അവരാണെങ്കിൽ പോലും ഈ കോലത്തിൽ ഇത് എന്താ പറയാ അടിച്ചു മാറ്റപ്പെടില്ല എന്ന് നമ്മൾ തോന്നിപ്പോവുകയാണ്. അടിച്ചു മാറ്റാനായിട്ടുള്ളൊരു വിഭാഗം. ഇനി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം, ഈ പറയുന്ന അങ്കിത് അശോകൻ, ഹരിശങ്കർ, ഇപ്പൊ നമ്മുടെ DIG, തൃശ്ശൂർ DIG, ഇതായിരുന്നു ഞാൻ പരാതി കൊടുക്കുന്ന സമയത്ത് ടെലികമ്മ്യൂണിക്കേഷന്റെ ഹെഡ്. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പണികളും പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്നത് ഈ ഹരിശങ്കർ ആയിരുന്നു, DIG. അദ്ദേഹത്തെ തൃശ്ശൂരിൽ കൊടുന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് എന്നെ കൈകാര്യം ചെയ്യാമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പൊ അദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷെ വിഷയം എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ KP ശങ്കർദാസ്, നിങ്ങൾ ശരിക്കും കേട്ടോ, KP ശങ്കർദാസ് 2019 ദേവസ്വത്തിലെ ബോർഡ് അംഗമാണ്. ഇപ്പൊ ഈ 2019 ഈ സ്വർണം കളവ് പോകുന്നത്. 2019 ഈ ദേവസ്വത്തിലെ അംഗമാണ് ഹരിശങ്കർ IPSന്റെ, ഇപ്പോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിശങ്കർ IPSന്റെ അച്ഛൻ KP ശങ്കർദാസ്. സ്വാഭാവികമായിട്ടും ബോർഡ് മെമ്പർമാരിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നു. ശങ്കർദാസ് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് എന്നതിന്റെ ഒരു ദുസ്സൂചനയായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഇപ്പോ SIT എത്തിയിരിക്കുന്ന ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് അവർക്ക് ഇനി ഒരുപാട് ഫയലുകൾ കിട്ടാനുണ്ട്, ഒരുപാട് തെളിവുകൾ കിട്ടാനുണ്ട്. ഈ പറയുന്ന സുജിത് ദാസും ശങ്കർദാസ്, ഈ പറയുന്ന അങ്കിത്തും ഒക്കെ അവിടെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റാൻ കഴിയോ എന്നുള്ളത് ഇവിടുത്തെ വിശ്വാസ സമൂഹം ആലോചിച്ചാൽ മതി. അത്ര ഗൗരവതരമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസ്, ഞാൻ കൊടുത്ത പരാതിയിൽ ഈ പറയുന്ന മേൽപ്പറഞ്ഞ വിഷയങ്ങളിലുള്ള കോടതിയിൽ പരിഗണിക്കപ്പെടുന്ന കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ കൃത്യമായ വിജിലൻസ് റിപ്പോർട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ സൂചനയുണ്ട്. ആ സൂചന പ്രകാരമുള്ള പിന്നീട് അന്വേഷണം നടത്തിയിട്ടില്ല. ഈ മരം
ഏറ്റെടുത്തിരുന്ന ലേലത്തിൽ പിടിച്ചിരുന്ന വ്യക്തിയെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞതാണ്, എവിടെ വെച്ചിട്ടാ, മലപ്പുറം SP ഓഫീസാണ് അദ്ദേഹത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. പുള്ളി പറഞ്ഞു, ക്യാമ്പ് ഓഫീസ് 1 കിലോമീറ്റർ അപ്പുറത്താണല്ലോ SP-യുടെ, ഞാൻ അവിടെ വരാം, ഞാൻ മുറിച്ച മരത്തിന്റെ കുറ്റി എനിക്കറിയാം, ആ കുറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ മരം ലേലത്തിലെടുത്ത ആ വ്യക്തിയെ പോലും 1 കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഈ SIT തയ്യാറായിട്ടില്ല. അയൽവാസികൾ കൊടുത്ത മൊഴിയുണ്ട്. അപ്പൊ ഒരുപാട് സൂചനകൾ അതിൽ പറയുന്നെങ്കിലും ആ സൂചനകളെയും ആ തെളിവുകളെയും ഒറ്റയടിക്ക് അന്വേഷണം എങ്ങനെയാണ്? ADGP അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് കഴിഞ്ഞത്. അജിത് കുമാറിന്റെ ഒറ്റ വാചകമാണ്, മരമൂടി നടന്നതല്ല. SIT അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ഒടുവിൽ കിട്ടിയ തെളിവുകളൊന്നും അതിൽ പിന്നെ പറയുന്നില്ല. അത്തരത്തിലുള്ള നിരവധിയായ തെളിവുകളുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഞാൻ വീണ്ടും മലപ്പുറം SHOക്ക് പരാതി നൽകിയതിന്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും മലപ്പുറം SPക്ക് 10 ദിവസം മുമ്പ് പരാതി നൽകി. കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി നിൽക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കൊടുത്ത് അതിന്റെ മുകളിൽ FIR ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഹൈക്കോടതിയുടെ ഇടപെടലുകൾക്ക് ശേഷം കോടതികളിൽ, മജിസ്ട്രേറ്റ് കോടതികളിൽ CMP ഫയൽ ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ ഗൗരവമായിട്ട് ഇതിന്റെ സത്യം തെളിയുന്നത് വരെയുള്ള ഒരു പോരാട്ടം, നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം തീർത്തും ദുരൂഹമാണ്. വിശ്വാസി സമൂഹം ഇതിൽ ഇടപെടണം. പ്രതിപക്ഷ വിശ്വാസ സമൂഹം ഈ വിഷയം ഏറ്റെടുക്കണം. എന്തുകൊണ്ടാണ് BJP മിണ്ടാതിരിക്കുന്നത്? BJPക്ക് അറിയാലോ ഈ കാര്യങ്ങൾ. ആ കേസിൽ ശക്തമായി ഇടപെടുന്നു എന്ന് പറയുന്ന BJP ഈ പറയുന്ന കളങ്കിതരായ ഉദ്യോഗസ്ഥരെ എന്താണ് പറയാനുള്ളത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനും വിശ്വാസ സമൂഹത്തിനും അറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം ഇപ്പൊ നമ്മുടെ SIRമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ, ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയിലൊട്ടാകെ നടത്തിയ പ്രചരണ ബോധവൽക്കരണ സമരങ്ങൾ, ഇതൊക്കെ നടക്കുമ്പോൾ ഇതിനെ ശക്തമായി എതിർക്കേണ്ട കേരളത്തിലെ ഇടതുപക്ഷം SIRന് വേണ്ടിയിട്ടുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പൊ ഇന്നലെ വന്ന വാർത്ത, ആലപ്പുഴയിലെ മുൻ MLA ഷുക്കൂറിന് പോലും വോട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ കണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയൊട്ടാകെ പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ ഇറക്കുമ്പോൾ CPM ഇതിനെ സ്വാഗതം ചെയ്യാണ്? പുറത്തെന്താണ് വർത്തമാനമാണ്? SIR ശരിയല്ല, എതിർക്കണം, കോടതിയിൽ പോകണം. അനങ്ങിയിട്ടില്ല. നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്, മുഖ്യമന്ത്രി തെരുവിലാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരുവിലാണ്. അവർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഒരു കാരണവശാലും ഞങ്ങൾ നടപ്പിലാക്കില്ലെന്ന് പറയുന്നു. കേരളത്തിലെ എല്ലാ ഓഫീസർമാരും ഈ പണിയില്ല. ആരായിരുന്നു സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് എല്ലാവരും വോട്ട് പിടിക്കാനുള്ള ഈ ഓട്ടത്തിനിടയിൽ വളരെ സുരക്ഷിതമായിട്ട് ഈ കാര്യങ്ങൾ നടത്തണം. ഞാനൊരു വർഷമായി പറയുന്നു, BJPയും CPM ലീഡർഷിപ്പുമായിട്ടുള്ള ചങ്ങാത്തം. BJPയെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ 10-25ഓളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സെക്കൻഡ് വന്നതാണ് BJP. അവിടെ അവർക്ക് ആവശ്യമായ വോട്ടുകൾ ചേർക്കുകയും ആവശ്യമായ വോട്ടുകൾ തള്ളുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് ഇത് എത്തുമെന്ന കാര്യത്തിന് ഒരു തർക്കവുമില്ല. ഈ ഇരിക്കുന്ന എനിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും നാളെ വോട്ടുണ്ടാകും എന്ന കാര്യത്തിനും യാതൊരു ഉറപ്പില്ല. കാരണം ബീഹാറിൽ സുപ്രീം കോടതി അടക്കം ഇടപെട്ടിട്ടും ഏകദേശം 25-30 ലക്ഷം ആളുകളുടെ വോട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല. കോടതിയിൽ കേസ് നടക്കുകയാണ്. കോടതി പോലും എന്താ പറയാ ഇടപെട്ട് ഇതിനൊരു താൽക്കാലികമായിട്ടുള്ള ഒരു തടസ്സവാദം, ഒരു സ്റ്റേക്ക് പോലും പോകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ
കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ കേരള രാജ്യങ്ങളിലാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയും 10,000-കണക്കിന് ജനങ്ങളെ കൂടി തെരുവിലിറങ്ങുകയും കോടതിയിൽ പോവുകയും ചെയ്യുമ്പോൾ SIRനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ ഒരാഴ്ചയായിട്ട് നിങ്ങളാരെയും കണ്ടോ? ഇപ്പൊ കുറെ അറബികളായിട്ട് നടക്കുക. എന്താ ഈ അറബ് രാജ്യത്ത് കാര്യം? പെട്ടെന്നൊരു അറേബ്യൻ യാത്ര, ഒരു സ്ഥലത്തേക്കല്ല, എല്ലാ രാജ്യത്തും അവിടെ പോയിട്ട് സകലമായ നേതാക്കന്മാരെയും അല്ലാത്തവരെയും അവരെ കണ്ട് അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയ, മുഖ്യമന്ത്രിയെ കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന രാഷ്ട്രീയം ഇപ്പൊ SIR കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിയണം. കേരളത്തിന്റെ മതേതര സ്വഭാവം പരിപൂർണമായും കൈവിട്ടു പോകുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇവിടുത്തെ സമൂഹത്തെ വഴി തിരിച്ചു കൊണ്ടുപോകുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും. ഇത് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കണം. ഈ പിണറായി അധികാരത്തിൽ എത്തിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ തൊഴിലാളി വിഭാഗമല്ല, സാധാരണ കമ്മ്യൂണിസ്റ്റുകാരല്ല, BJPക്കാണ് ആവശ്യം. BJPയുടെ ആവശ്യം എന്താ? പിണറായി അധികാരത്തിൽ വരണം. വന്നാൽ എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതോടുകൂടി തകരും, വട്ടപൂജയാകും. കോൺഗ്രസും UDF-ഉം മൂന്നാം വട്ടവും പരാജയപ്പെടുന്നതോടുകൂടി അവർ നന്നായിട്ട് ക്ഷീണിക്കും. അപ്പൊ 26 കഴിഞ്ഞ് 31 ആകുമ്പോഴേക്കും അവരുദ്ദേശിച്ച രീതിയിൽ BJPയുടെ ആധിപത്യം കേരളത്തിൽ കൊണ്ടുവരാനുള്ള വളഞ്ഞ വഴി, ആ വളഞ്ഞ വഴിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ വേറൊരു സർവേ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, നവകേരള സർവേ. പുതിയ കേരളം സൃഷ്ടിക്കാൻ പോവാ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിക്കുക എന്താണ്? ലോകം കൊതിക്കും കേരളം. ലോകെ എന്തും പറയാം. ഇവിടെ ആശുപത്രിയിൽ മരുന്നില്ലാതെ ഇന്നും മരിച്ചു കിടന്നു. കിടക്കാൻ സ്ഥലമില്ല, സർജറിക്കുള്ള സൂചി നൂലുമില്ല. മനുഷ്യന്മാരെ ഇവിടെ എന്താ പറയാ, പട്ടിണി കിടന്ന ഒരു ഭാഗം കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് ലോകം കൊതിക്കുന്ന കേരളം. അപ്പൊ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ SIR കേന്ദ്രം നടപ്പിലാക്കുമ്പോ മൂപ്പര വക CPR. എന്താണ് CPR? നമുക്കറിയാലോ, മരിക്കാൻ നേരത്ത് ഞെക്കി ജീവൻ വെപ്പിക്കൂലേ? അപ്പം SIR നടത്തുമ്പോൾ CPM-ന്റെ വക CPR നടത്തി കൊടുക്കുക, പാർട്ടിയെ രക്ഷിക്കാൻ. ഒരു വാർഡിൽ 6 ആള്. ആരാ ശമ്പളം കൊടുക്കുന്നത്? നമ്മളെ നികുതി പണം ഗവൺമെന്റാ കൊടുക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരല്ല. പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനം പാർട്ടി സഖാക്കൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നു, സർക്കുലർ പോയിരിക്കുന്നു. ഓരോ വാർഡിൽ നിന്നും 6 സഖാക്കളെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവരാണ് ഈ എന്താ പറയാ മരിക്കാൻ പോകുന്ന പിണറായി ഗവൺമെന്റിന് CPR കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നത്. ശക്തമായി എതിർക്കണ്ടേ? എങ്ങനെയാണ് പാർട്ടി രാഷ്ട്രീയ പ്രവർത്തകർക്ക് സർക്കാരിന്റെ ചെലവിൽ സർവേ നടത്തുന്നത്? പാർട്ടിക്ക് നടത്താം, പാർട്ടിന്റെ ചെലവിൽ. അപ്പൊ ഈ രീതിയിൽ എന്താണോ ഫാസിസ്റ്റ് ഭരണകൂടം ചെയ്തു വരുന്ന അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി, ആ വഴി തേടുക. 1600 റുപ്യ ഇപ്പൊ 2000 ആക്കി പ്രഖ്യാപനം നടത്തി. ഇത് എന്ന് 2500 ആവണം? ഞാനടക്കമുള്ളവർ കേരളത്തിലെ 21 തെരഞ്ഞെടുപ്പിൽ ഈ ഗ്രാമങ്ങൾ മുഴുവൻ ആയിരക്കണക്കിന് യോഗത്തിൽ പോയി പ്രസംഗിച്ചതാണ്. 100 രൂപ വർദ്ധിപ്പിച്ചിട്ട് 2025 ആകുമ്പോ 2500 ഓരോ വർഷവും. എന്നാ മുൻകാല പ്രാബല്യം കൊടുത്തോ? കൊടുത്തില്ലല്ലോ. എന്താ കൊടുക്കാത്തത്? വാക്ക് പാലിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ 2500 കൊടുത്താൽ പോരെ, 3000 കൊടുത്താൽ പോലും ഈ കുടുംബങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതുപോലെയുള്ള വിലക്കയറ്റും ജീവിത സാഹചര്യങ്ങളാണ്. എന്നിട്ട് അത് വലിയൊരു സംഭവമാക്കുകയാണ്. 1600 ഞങ്ങൾ 2000 ആക്കി. നിങ്ങൾ 2500 കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. 2021 സാഹചര്യമില്ല. 1 ലിറ്റർ പഞ്ചസാര 150 റുപ്യ കിട്ടിയത് ഇന്ന് 400-500 ആണ്. 1 കിലോ പഞ്ചസാര 30 രൂപക്ക് കിട്ടിയത് 50-60 റുപ്യാണ്. അപ്പൊ ഈ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3000 എങ്കിലും കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് 1600 ഞങ്ങൾ 2000 ആക്കി അറിഞ്ഞത് വീമ്പളക്കുന്നത്. ഇത് ഞാനടക്കമുള്ളവർ കേരളത്തിലെ ജനങ്ങളാണ്. എന്നാൽ ഇതിന്റെ മുമ്പ് കൊടുക്കൂലേ? കൊടുക്കൂല. ഇപ്പൊ എന്താ? തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇതാരാ പഠിപ്പിച്ചത്? ഇത് BJP പഠിപ്പിച്ചതാണ്. BJP ഇപ്പൊ ഈ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ചെയ്തണ്ട ഇതുപോലെയുള്ള ഓഫറുകൾ ജനങ്ങൾക്ക് കൊടുക്കുക. അത് BJPക്ക് ചെയ്യാം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ദുരിതം, അവരുടെ കഷ്ടപ്പാട് അത് ചൂഷണം ചെയ്യല്ലത്. എന്നിട്ട് സഖാക്കൾ വീട് മുഴുവൻ കയറി പറയാ, കണ്ടില്ലേ 2000 ആക്കി പിണറായി. ചൂഷണം ഏതെങ്കിലും നിലക്ക്
പണം കൊടുത്തുകൊണ്ട് എന്താണോ ഫാസിസ്റ്റ് BJP കഴിഞ്ഞ 10-20 വർഷമായി ഇന്ത്യയിലെ രാഷ്ട്രീയം അവർക്ക് നിലനിർത്താനും അവർക്ക് പിടിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്, അതേ പാത പിന്തുടരുക. എന്നിട്ട് SIR-ന് വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഏർപ്പാടാക്കിയിട്ട് മൂപ്പരങ്ങട്ട് അറബികളൊപ്പം നടക്കുക. ഇതൊന്നും അറിയില്ല. ഇനിയിപ്പോ വന്നിട്ടൊരു പ്രസ്താവന നടത്തും, SIR അങ്ങോട്ടാക്കി. ഈ പറ്റിക്കല് ഇത് കൃത്യമായി അറിയണം. അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ വിശ്വാസ സമൂഹം, എനിക്ക് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലോണം കാത്തോ നിങ്ങളെ അമ്പലങ്ങൾ, ഒന്നും ബാക്കി ഉണ്ടാവില്ല. മലബാർ ദേവസ്വം, ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് കരിക്കാട് ദേവസ്വത്തിന്റെ ചുറ്റുപാടുള്ള സ്ഥലം. അവിടുന്ന് പോയാൽ 1 കിലോമീറ്റർ പോയാൽ കരിക്കാട് ദേവസ്വം. അവിടുന്ന് ചില ആളുകൾ എന്നേറ്റ് ബന്ധപ്പെട്ടിരുന്നു. എന്താ പറയുന്നത്, അവൾക്ക് കുറെ ക്യാഷ് വണ്ടി കുറെ തേങ്ങ, ഈ വരുമാനങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റാണ്. മലബാർ ദേവസ്വത്തിൽ 7000 ആളുകളുണ്ട്, 6900 ആളുകൾ. ശമ്പളം കിട്ടാതെ പട്ടിണി കിടക്കുന്ന പട്ടിണി പാവങ്ങൾ 3000-ഓളം ആളുകൾ ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നില്ല. ഇവിടെ പൂരം നടത്താനും ഈ പറയുന്ന രാജ്യം മുഴുവൻ ബോർഡ് വെക്കാനും 4ാം വാർഷികത്തിന് 225 കോടി രൂപ മകന്റെയും മരുവന്റെയും ഫോട്ടോ വെക്കാനൊന്നും ഒരു കുറവില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് എന്തോ സിനിമാ നടന്മാരുടെ പരിപാടി എടുത്ത് അതിന് 2.5 കോടി രൂപ ബോർഡ് വെക്കാൻ. അപ്പോ 6000 ചില്ലാനം മലബാർ ദേവസ്വത്തിലെ പാവപ്പെട്ട ഈ അമ്പലവാസികളായിട്ടുള്ള ആളുകൾ പട്ടിണിയിലാണ്. പലരും കടം വാങ്ങി ജപ്തിയുടെ വക്കിലാണ്. ഒരു ഇടപെടലും ഈ ഗവൺമെന്റ് നടത്തുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസ സമൂഹത്തോട്, ഹൈന്ദവ വിശ്വാസികളോട് അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കണം. ഈ കാട്ട് കള്ളന്മാരുടെ കയ്യിൽ ഇനിയും ഈ പാഠം ഏൽപ്പിക്കുകയാണെങ്കിൽ അമ്പലം അടക്കം പൊളിച്ചു പോകും. ഗുരുവായൂർ ഇവിടെ ശബരിമല കൽപ്പിച്ച ഈ 2 ഉദ്യോഗസ്ഥന്മാരെ നോക്കിയാൽ മതി നിങ്ങൾ. അങ്കിട്ടും അതുപോലെ തന്നെ സുജിത് ദാസും. അതിലേറെ നല്ലത് ദാവൂദ് ഇബ്രാഹിമിനെയും അതുപോലെ തന്നെ എന്താണ് നമ്മളെ മരിച്ചുപോയ വീരപ്പനല്ലേ, വീരപ്പനുണ്ടെങ്കിൽ ഇവരെ രണ്ടാലെയും കാവലും സംവിധാനം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതിലെ ഭംഗിയായിട്ട് നടത്തുമായിരുന്നു. ഇതിലേറെ നല്ല 2 ഉദ്യോഗസ്ഥന്മാരെ കിട്ടാനില്ല. അപ്പോ വിശ്വാസി സമൂഹം ശരിക്കും മനസ്സിലാക്കിക്കോ, ഈ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് ഈ അമ്പലങ്ങൾ മോചിതം. അതിന്റെ മാനേജ്മെന്റ് അവിടുത്തെ ഹൈന്ദവ ഗ്രൂപ്പിനെ ഏൽപ്പിക്കുക. അങ്ങനെ ഉണ്ടാവും. ഒരു അമ്പലം കമ്മിറ്റി ഒരമ്പലം നടത്താൻ അവിടുത്തെ മാപ്പിളാരെ ഏൽപ്പിക്കുകയാണ്. എന്ത് കമ്മിറ്റ്മെന്റാ എന്ന് പറഞ്ഞതുപോലെ ഒരു വിശ്വാസമില്ലാത്ത മതനിരാസം നടത്തുന്ന, മതങ്ങളെ പുച്ഛിക്കുന്ന വിശ്വാസികളെ എന്താ ഒരു നിലക്കും മുഖവിലക്കെടുക്കാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ കേരളത്തിലെ ഈ വിശ്വാസി സമൂഹത്തിന്റെ ഈ അമ്പലങ്ങളും ദേവസ്വവും ഏൽപ്പിച്ചാൽ ഇതല്ല സകല അയ്യപ്പന്മാരെ അടിച്ചു മാറ്റും. എനിക്കതിൽ പറയാനുള്ള ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെടണം. ഇവിടുത്തെ എല്ലാ ദേവസ്വം സ്വത്തുകളും പരിശോധനാ വിധേയമാക്കണം. എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ നിന്ന്, ഈ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഇതിനുള്ള ഒരു രാഷ്ട്രീയ പരിഹാരം എന്താണ് എന്ന് സ്വയം വിശ്വാസി സമൂഹം ആലോചിക്കണം എന്ന് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലത്തെ പോസ്റ്റിങ്ങോട് കൂടിയിട്ട് ഞാൻ ഇത്ര വികാരപരമായി ഇത് പറയുന്നതിന്റെ കാരണം. കൃത്യമാണ്, പ്രീ പ്ലാൻഡ് ആണ്. ഇതും അട്ടിമറിക്കപ്പെടും, ഒരു തർക്കവുമില്ല. ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി, എയർപോർട്ടിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി, ഈ കൊള്ളയും കൊള്ളിവെപ്പ് മുഴുവൻ ഈ നടത്തി, സകല തോന്നിവാസങ്ങളും നടത്തി, പിതാംബാസിലിനെ കൊന്ന് മാമി തട്ടിക്കൊണ്ടുപോയി, കൃത്യമായ എവിഡൻസുകൾ മുഴുവൻ അത് മുഴുവൻ മുഖ്യ ഉദ്യോഗസ്ഥന്മാരിൽ പങ്കാളികളായവരെ പരിപാവനമായ ഈ പറയുന്ന ശബരിമല ക്ഷേത്രം അവരുടെ കയ്യിലേൽപ്പിക്കാനാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതും ഇതിലപ്പുറവും നടക്കും. ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മളതിന് 2-3 ആഴ്ച മുമ്പ് തന്നെ പറഞ്ഞത്. ഇവിടെ ഈ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ ഗവൺമെന്റ് ആണല്ലോ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ മറുഭാഗം. ഈ പിണറായിസത്തിന്റെ വക്താക്കളാണ്. അവരെ ഈ സമൂഹത്തിൽ ഈ നാടുണ്ടാവില്ല ഇവരെ വീണ്ടും ഭരണത്തിൽ അധികാരത്തിലെത്തിയത്.
അതിന് ആരൊക്കെയായിട്ട് സഹകരിക്കാൻ പറ്റും അവരൊക്കെ ആയിട്ട് സഹകരിക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാടതാ. അത് പറഞ്ഞതാണ്. അല്ല, ഒരു നിലക്കും സഹകരിക്കില്ല, ഒരു നിലക്കും സഹകരിക്കില്ല, ആരുമായിട്ടും സഹകരിക്കും. ചർച്ചകള് അനൗദ്യോഗികമായിട്ടും ചെറിയ രീതിയിൽ ഔദ്യോഗികമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള പല പഞ്ചായത്തുകളിലും നമ്മൾ ഏകദേശം ധാരണകളായിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇപ്പൊ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവല്ലേ, ഈ 2-3 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാവും. സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഒരു ധാരണ വരുമ്പം ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഇതിൽ വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ എണ്ണം നമുക്ക് ഇപ്പൊ അങ്ങനെ പറയാൻ കഴിയില്ല. എന്തായാലും ആത്യന്തികമായിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുക. ഞങ്ങളിതിലൊരു ലാഭക്കച്ചവടത്തിന് ഇറങ്ങിയതല്ല. ഞാനും വലിയ നഷ്ടം ഏറ്റെടുത്ത് ഇപ്പോഴും നിരവധിയായ ഭീഷണികളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് തന്നെ പോകുന്നത്. എന്റെ കൂടെ വന്നവരും അത്തരത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ നാടിലെ സമാധാനപരമായ, ഇന്ന് ഈ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം നിലനിന്നുകൊണ്ടുള്ള ഒരു കേരളം ഉണ്ടാകണം എന്നാണ്. അത് പിണറായി ഇരിക്കുന്നിടത്തോളം കാലം സാധ്യമല്ല. മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും എന്ന തിരിച്ചറിവ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങളോട് സഹായിക്കുന്ന ആളുകൾക്കുമുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ആവർത്തിച്ച് ഇവിടെ തെളിവായിട്ട് വരികയാണ്. അതിനൊരു വോട്ട്, ഈ പറയുന്ന പിണറായിസത്തിനുള്ള വോട്ട്, ഒരു വോട്ട് പോലും അതിൽ ചോരാതെ UDF-നോടൊപ്പം എത്തിച്ച് ഈ പിണറായിസത്തിന്റെ വക്താക്കളെ, ഞാൻ ഇടതുപക്ഷത്തെ ഒരിക്കലും അടച്ചാക്ഷേപിക്കുന്നില്ല, സഖാക്കളെ ഒരു ഘട്ടത്തിൽ ഞാൻ അടച്ചാക്ഷേപിച്ചിട്ടില്ല, ഒരു സംഘമാണിത്. അത് പിണറായി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തി താല്പര്യവും അവിടെ സ്വാർത്ഥ താല്പര്യവുമാണ്. അതിന് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഒരു ഗവൺമെന്റിനെയും ഈ പറയുന്ന RSSന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടേ കൊടുത്ത് അവിടെ എന്താ പറയുക, നമസ്തേ പറഞ്ഞിരുന്ന് അവരെടുത്ത് കിട്ടുന്ന ഉപ്പും മുളകും വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ തകർച്ച ഈ കേരളത്തിൽ ഉണ്ടാകും. അത് തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഇവിടെ ഉണ്ട്. ഇപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ NEP എവിടെ കത്ത്? നിങ്ങളൊക്കെ മറന്നുപോയല്ല. എന്തായിരുന്നു CPI പറഞ്ഞിരുന്നത്? കത്ത് എഴുതണം, അത് പത്രത്തിൽ പ്രസിദ്ധം ചെയ്യണം, അതായിരുന്നു നിലപാട്. അതിൽ മയപ്പെട്ടു. ഇപ്പൊ ആ കത്തിനെ കുറിച്ച് വല്ലവരും അറിയുന്നുണ്ടോ? ഈ നിമിഷം വരെ കത്ത് എഴുതിയിട്ടുണ്ടല്ലോ, കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടിയല്ലോ. ഇപ്പൊ 12,000 കോടി കൊടുത്തല്ലോ ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റ്. ആരെങ്കിലും അറിഞ്ഞോ? അപ്പൊ ഇവിടെ പെൻഷൻ കൊടുക്കാനും ഇവിടെ ബാക്കിയുള്ള സൗകര്യത്തിനും പണമില്ലാതെ പിണറായി ബുദ്ധിമുട്ടൂല. BJP ഗവൺമെന്റ് അത് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ 2,000, ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിലപ്പോൾ 2,500 പ്രഖ്യാപിക്കും. കാരണം അവർ പ്രഖ്യാപിക്കും പറഞ്ഞാൽ പിണറായിക്ക് എന്താ പ്രഖ്യാപിക്കും, മുടക്ക് കാശ് അവർ കൊടുക്കും. അവരാവശ്യം എന്താ? പിണറായി അധികാരത്തിൽ വരണം. അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. പിണറായി കേരളത്തിൽ അധികാരത്തിൽ ഇനി വന്നാൽ അത് വലിയ അപകടമാണ്. അതിന് എന്ത് ത്യാഗം ഞങ്ങൾ സഹിക്കും. അത്രയോ ആ വിഷയത്തിൽ പറയാനുള്ളൂ. അതെ. അല്ല, അതൊക്കെ ധാരണയാവും. അതൊക്കെ ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഏകദേശം ധാരണയാവും. നമ്മൾ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങൾ ഈ പറയുന്നത് പോലെ UDF-ന് ജയിച്ചു കയറാൻ കഴിയാത്ത, എന്നാൽ CPM ജയിക്കാൻ സാധ്യതയുള്ളതും CPM മത്സരിക്കുന്നതുമായ വാർഡുകളാണ് പലതും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സ്വാഭാവികമായിട്ടും പ്രയാസം ഉണ്ടാവില്ല. പിന്നെ സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ആ വർദ്ധിച്ച സീറ്റുകളിൽ സ്വാഭാവികമായിട്ടും ഈ മുൻകൂട്ടിയുള്ള ധാരണകൾ ഇല്ലാത്തതുകൊണ്ട് അവിടെയും പ്രായോഗികമായിട്ട് അത് കുറെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും. എത്തിയിട്ടുണ്ട്. ആ ചർച്ച തന്നെ ഇപ്പൊ നടക്കുന്നു. പക്ഷേ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും അവർ തമ്മിലുള്ള ഭേദഗതിയെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഒരു തരത്തിലും പുതിയ ഒരു കക്ഷിയെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചോ അവർ ആലോചിച്ചിട്ടില്ല. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് പല മുതിർന്ന നേതാക്കന്മാർ തന്നെ പറയുന്നു. കാരണം അത് ഡൽഹിയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ പലതുകൊണ്ട് അതുകൊണ്ട് കാത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ല, ആ തീരുമാനം വരുന്നാണ് ഞാൻ പറഞ്ഞത്.
താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ തീരുമാനം വരും. ആ സ്റ്റേജിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അല്ല സ്റ്റേറ്റ് വൈഡ് ആണ്. തീർച്ചയായിട്ടും. MLA ആയിരുന്ന കാലത്ത് MLA ആയിരുന്ന കാലത്ത് സർവീസായി പരിഗണിച്ച് പെൻഷൻസ് ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം കത്ത് നൽകിയിട്ടുള്ളത്. ഞാൻ സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ച അല്ലാതെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ എനിക്ക് സർവീസ് ചെയ്ത കാലം പ്ലസ് MLA ആയിരുന്ന ആ സമയത്ത് സർവീസായി പരിഗണിച്ച് പെൻഷൻ കത്ത് നൽകി സർവീസ് ആവശ്യം പോയിരുന്നത്. യഥാർത്ഥത്തിൽ ആ വിഷയം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം അത് പഠിക്കാതെ പറയാൻ വയ്യ, അറിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മൾ ബന്ധപ്പെടുന്ന നിങ്ങളൊക്കെ ഫീൽഡിലെ ആളുകളാണ്. UDFന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ അങ്ങേയറ്റം ഈ നമ്മുടെ സാന്നിധ്യം നന്നായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് പ്രാദേശികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും. അവരുടെ ഒരു വികാരം കൂടി ഉൾക്കൊള്ളല്ലോ. നിങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങളെ കൂടെ നിൽക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു വിട്ടുവീഴ്ച മനസ്ഥിതിയിൽ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വലിയ ത്യാഗം സഹിച്ച് തന്നെയാണ് ഉണ്ടായിട്ടുള്ള സംവിധാനങ്ങളെ വിട്ടിട്ട് ഈ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം.